വാട്ട് ഈസ് ദ ബെസ്റ്റ് ഇൻ ഹിം. ചെറിയൊരു ക്വാളിറ്റി ആയിരിക്കും ഒരു കുട്ടിയുടെ സ്ട്രെങ്ത്ത്. ആ ഒരു സ്ട്രെങ്ത്ത് കണ്ടുപിടിക്കാൻ ഏറ്റവും നന്നായിട്ട് പറ്റുന്നത് പേരൻസിനായിരിക്കും. പിന്നെ രണ്ടാമത്തെ റോളാണ് ടീച്ചേഴ്സിനുള്ളത്. അപ്പം ഇഫ് യു ഡോണ്ട് സ്പെൻഡ് ടൈം വിത്ത് എ ചൈൽഡ്, ഇതിനൊന്നും ഒരു സ്കോപ്പില്ല. പിന്നെ നമ്മൾ അടുത്ത വീട്ടിലെ കുട്ടിയെ നോക്കി അല്ലെങ്കിൽ നമ്മുടെ കൊലീഗ്സിൻ്റെ കുട്ടികളെ നോക്കിയിട്ട് അവർ എക്സെൽ ചെയ്യുന്ന ഒരു ഫീൽഡിൽ ഈ കുട്ടിയെ കൊണ്ടുവന്നത് അത് ഹാം ടു ഹിം. കാരണം അതൊരു ടോർച്ചറിങ് ആയിട്ടേ കുട്ടിക്ക് തോന്നത്തുള്ളൂ. അപ്പോൾ ഏതൊക്കെ കാര്യത്തിലാണ് കുട്ടിക്ക് എക്സലൻസ് ഉള്ളതെന്ന് കണ്ടുപിടിക്കുക. ഇനി അഥവാ ഒന്നും എക്സൽ ചെയ്യുന്നില്ലെങ്കിൽ അതുപോലെ ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മെൻറ്റാലിറ്റിയും നമുക്കുണ്ടാവണം. കാരണം ഈ കുട്ടികളെന്ന് പറയുന്നത് ഒരു ഷോ പീസ് അല്ല. നമുക്ക് 4 പേരുടെ മുമ്പിൽ ഷോ ഓഫ് കാണിക്കാനുള്ള ഒരു വസ്തുവല്ല കുട്ടി. എൻ്റെ കുട്ടി എങ്ങനെ ഉണ്ടാവും എന്നുള്ളൊരു ധാരണ ഉണ്ടാവണം. ഒരു കഴിവുമില്ല. ബിക്കോസ് അത് നമുക്ക് ചിലപ്പോൾ ഒരു ഷോ പീസ്, എൻ്റെ കുട്ടി ഒരു ഷോ പീസായിട്ട് വളരുന്നില്ലെങ്കിൽ വി ഹാവ് എ ടെൻഡൻസി, അവനെ ഒന്നിനും കൊള്ളാത്തവനെന്ന് മുദ്ര കുത്തുന്ന ഒരു ടെൻഡൻസി ഉണ്ടാവും. ദാറ്റ് മേക്സ് ഒരു സെൻസ് ഓഫ് സെൽഫ് ഉണ്ടാക്കുന്നു. ഇത് ഹൈലി ഡേഞ്ചറസ് ആണ്. കാരണം അവൻ വളരുമ്പോൾ മൊത്തം ഈ ഒരു ഒന്നിനും കൊള്ളാത്തവൻ എന്നുള്ളൊരു തോന്നലോടെ വളരും. അപ്പം ഇത് ഇവനെ ജീവിതത്തിൽ എല്ലാ ആസ്പെക്ട്സിലും ഇത് ഈ കുട്ടിയെ ഇൻഫ്ലുവൻസ് ചെയ്യും. സോ ഇതിനൊക്കെ ഉത്തരം ഒരൊറ്റ കാര്യമേ ഉള്ളൂ: കുട്ടികളുടെ കൂടെ നല്ല ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുക. ഏതിലാണ്? റൈറ്റിംഗ് സ്കില്ലാണോ? പിന്നെ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് ഒരു മെമ്മറി, പരീക്ഷയുടെ ബേസിസിൽ മാത്രം നമ്മൾ കുട്ടികൾ ഇൻ്റലിജൻ്റ് ആണെന്ന് പറയാൻ പറ്റത്തില്ല. കിനസ്തെറ്റിക് ഇൻ്റലിജൻസ് ഉണ്ട്, മ്യൂസിക്കൽ ഇൻ്റലിജൻസ് ഉണ്ട്. അപ്പം ഇതിനകത്തൊക്കെ ഏതിലാണ് കുട്ടി താല്പര്യം കാണിക്കുന്നതെന്ന് കണ്ടുപിടിക്കാനായിട്ട് അതിനൊരൊറ്റ മാർഗ്ഗമേ ഉള്ളൂ: സ്പെൻഡ് സം ക്വാളിറ്റി ടൈം വിത്ത് യുവർ ചിൽഡ്രൻ. തീർച്ചയായും ഇനിയും കൂടുതൽ സംസാരിക്കാനുണ്ട്. അതിലേക്ക് വരാം. അതിന് മുൻപായി ചെറിയൊരു